ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു Xylem Learning. ഇറ്റ്സ് മീ ആദർശ്. മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. സോ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നോ, നമ്മൾ ഇതാ പഠിക്കാൻ പോവാണ്. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോർഡിനേറ്റ് ആക്സിസ്, ഇങ്ങനെ വിലങ്ങനെ വരച്ചിട്ടുള്ള ആക്സിസിനെയാണ് നമ്മൾ എക്സ് ആക്സിസ് എന്ന് പറയുന്നത്. അതുപോലെ കുത്തനെ വരച്ചിട്ടുള്ള ആക്സിസ് ആണ് നമ്മളുടെ വൈ ആക്സിസ്. അത് നിങ്ങൾക്കറിയാം, ശരിയല്ലേ? ഈ പറയുന്ന എക്സ് ആക്സിസും വൈ ആക്സിസും കൂട്ടിമുട്ടുന്ന പോയിന്റിനെയാണ് നമ്മൾ ഒറിജിൻ എന്ന് വിളിക്കുന്നത്, ശരിയല്ലേ? ഒറിജിൻ എന്നാണ് ആ ഒരു പോയിന്റിനെ നമ്മൾ വിളിക്കുന്നത്. ഇനി ഇതിലൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ മക്കളെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇവിടെ നമ്മൾ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഈ പോയിന്റിനെ നമ്മൾ എക്സ് വൈ എന്നിങ്ങനെ രണ്ട് നമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. എക്സ് വൈ, ഈ കാണുന്ന പോയിന്റ് എന്ന് പറയുന്നതിനെ എക്സ് വൈ എന്നിങ്ങനെ രണ്ട് കോർഡിനേറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. സോ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. നിങ്ങൾ എടുക്കുകയാണ് ഇപ്പൊ ഈ ഒരു പോയിന്റ്. ഓക്കെ, ഈ കാണുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. ശ്രദ്ധിച്ചോ, ഈ കാണുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് ആദ്യം തന്നെ നേരെ കുത്തനെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ എക്സ് ആക്സിസിൽ നിങ്ങൾക്ക് 2 കാണാം. സോ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 2 ആണ്. വൈ കോർഡിനേറ്റ് കാണാൻ നോക്കിക്കോ, ഇതെങ്ങനെ ഇങ്ങോട്ട് നോക്കുക. സോ ഈ പോയിന്റ് എന്ന് പറയുന്നത് 2,2. ശ്രദ്ധിച്ചോ, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പൊ വേറൊരു പോയിന്റ് ഞാൻ എടുക്കുകയാണ്. ഈ കാണുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് നിങ്ങൾക്ക് എഴുതണമെങ്കിൽ ആദ്യം തന്നെ എക്സ് കോർഡിനേറ്റ് ഇതാണ്. നമുക്ക് എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം 6 ആണ്, ശരിയല്ലേ? ഇതുപോലെ ഇതിന്റെ വൈ കോർഡിനേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നോക്കിക്കോ, ആരാണ് 6,1. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഏതൊരു പോയിന്റിന്റെയും കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോ ഇവിടെ നമ്മൾ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചോ, ആദ്യം നിങ്ങൾ നോക്കേണ്ടത് എക്സ് കോർഡിനേറ്റ് ഏതാണ്? -3. അതേപോലെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് -2. സോ -3, -2 എന്നുള്ളതാണ് ഈ കാണുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്. അതേസമയം ഒറിജിന്റെ കോർഡിനേറ്റ് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ഒറിജിൻ എന്ന് പറയുന്നത് 0, 0 ആണ്, ശരിയല്ലേ? 0, 0. എക്സ് ആക്സിസിലുള്ള പോയിന്റ് ആണെങ്കിൽ ഇതിപ്പോ എക്സ് ആക്സിസിലുള്ള പോയിന്റ് ആണ്, അതിന്റെ കോർഡിനേറ്റ് നിങ്ങൾ എഴുതുമ്പോൾ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. ഓക്കെ, എക്സ് ആക്സിസിലുള്ള പോയിന്റ് ആണെങ്കിൽ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. സിമിലർലി വൈ ആക്സിസിലുള്ള പോയിന്റ് മക്കൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. എക്സ് സൂചക സംഖ്യ 0 ആയിരിക്കും, വൈ സൂചക സംഖ്യ മാത്രം എഴുതിയാൽ മതി. ഈ ഒരു ഐഡിയ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഈ ഒരു ഐഡിയ കൃത്യമായിട്ട് എന്റെ മക്കള് മനസ്സിലാക്കുക. അതേപോലെ വിലങ്ങനെ ഒരു വര വരയ്ക്കുകയാണെങ്കിൽ എന്റെ മക്കളെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ, വിലങ്ങനെ നിങ്ങൾ ഒരു വര വരയ്ക്കുകയാണെങ്കിൽ ഇതിപ്പോ വിലങ്ങനുള്ള ഒരു ലൈനാണ്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനിതാ ഒരു ലൈൻ വരച്ച് തന്നെ നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോ, നമ്മളിതാ നോക്കാൻ പോവാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഞാന് വിലങ്ങനെ ഒരു ലൈൻ വരയ്ക്കുകയാണ്. വിലങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ കാണുന്ന ലൈന് എക്സ് ആക്സിസിന് പാരലൽ ആയിരിക്കും. വിലങ്ങനെ, അതായത് ഹൊറിസോണ്ടൽ ആയിട്ട് നമ്മളൊരു ലൈൻ വരച്ചാൽ ആ ലൈൻ എക്സ് ആക്സിസിന് പാരലൽ ആയിരിക്കും. എക്സ് ആക്സിസിന് പാരലൽ ആണെങ്കിൽ, വിലങ്ങനെയുള്ള വരയാണെങ്കിൽ ഇതിലുള്ള എല്ലാ പോയിന്റിന്റെയും വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും. മക്കൾ നോക്കിക്കോ, ഈ പോയിന്റ് ശ്രദ്ധിച്ചേ, ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 1,3. ഓക്കെ, 1ന്റെ നേരെയാണ് എക്സ് ആക്സിസ്, ശരിയല്ലേ? സിമ്പിൾ ആയിട്ട് 1,3. അടുത്ത നോക്കിക്കോ, മറ്റൊരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക.
ഈ പോയിന്റ് എന്ന് പറയുന്നത് 3,3. കണ്ടോ, y കോർഡിനേറ്റ് മാറ്റമില്ല. അടുത്ത പോയിന്റ് ഇതാ, ഈ ഒരു പോയിന്റ് എടുത്താൽ 6,3. നെക്സ്റ്റ് ഈ ഒരു പോയിന്റ് എടുത്താൽ 8,3. നോക്കടാ, വിലങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്ന സമയത്ത് ആരാണ് മാറാത്തത്? y മാറില്ല. വിലങ്ങനെ മക്കള് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആര് മാറില്ല? y മാറില്ല. അതുപോലെ നമ്മളിതാ കുത്തനെ ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, കുത്തനെയാണ് നിങ്ങൾ ലൈൻ വരയ്ക്കുന്നതെങ്കിൽ കുത്തനെ വരയ്ക്കുന്ന വരയിൽ ആ വര y ആക്സിസിന് സമാന്തരമായിരിക്കും. അപ്പൊ ഈ പോയിന്റ് മക്കളെ എല്ലാരും ശ്രദ്ധിച്ചു നോക്കിക്കോ. ഈ ഒരു പോയിന്റ് എടുത്താൽ അതിന്റെ കോർഡിനേറ്റ് നിങ്ങൾ കാണാം 5,1. ശരിയല്ലേ? 5,1. ഈ പോയിന്റ് ആണെങ്കിലോ 5,2. ശരിയാണോ? y ആക്സിസിൽ 2. ഈ പോയിന്റ് എടുത്താൽ 5,4. നോക്ക്, ഈ കുത്തനെയുള്ള ലൈനിലെ എല്ലാ പോയിന്റിന്റെയും എക്സ് കോർഡിനേറ്റ് സെയിം ആണ്. കുത്തനെയാണ് ലൈനെങ്കിൽ എക്സ് മാറില്ല. വെർട്ടിക്കൽ ലൈൻ, ദ ലൈൻ പാരലൽ ടു y ആക്സിസ്. y ആക്സിസിന് സമാന്തരമായിട്ടുള്ള ലൈൻ ആണെന്ത്? കുത്തനുള്ള ലൈൻ. അതിൽ എന്ത് മാറൂല? എക്സ് മാറൂല. സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, പാട്ടും പാടി വേണമെങ്കിൽ നമുക്ക് പഠിക്കാം. നോക്കിക്കോ, കുത്തനെ ലൈൻ വരച്ചാൽ എക്സ് മാറൂല, വിലങ്ങനെ ലൈൻ വരച്ചാൽ y മാറൂല. നിങ്ങൾ വിലങ്ങനെ ലൈൻ വരച്ചാൽ y മാറൂല. നോക്ക്, കുത്തനെ ലൈൻ വരച്ചാൽ എക്സ് മാറൂല, വിലങ്ങനെ ലൈൻ വരച്ചാൽ y മാറൂല. നിങ്ങൾ വിലങ്ങനെ ലൈൻ വരച്ചാൽ y മാറൂല. അപ്പോൾ നമ്മൾ ഈ ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഈ കാണുന്ന റെക്റ്റാങ്കിളിന്റെ 3 വേർട്ടെക്സിന്റെയും കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ പോവാം. സിമ്പിൾ ആയിട്ട് ഇതാ, ഇത് ഒറിജിൻ ആണ്. ഒറിജിന്റെ കോർഡിനേറ്റ് നിങ്ങൾക്കറിയാം 0, 0 ആണ്. ശരിയല്ലേ? ഒറിജിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0, 0 ആണ്. അതിലൊരാൾക്കും ഡൗട്ട് ഇല്ല. ഇനി ഇത് നോക്കടാ, കുത്തനുള്ള ലൈനാണ്. കുത്തനെ ലൈൻ വരച്ചാൽ എക്സ് മാറൂല, അല്ലെ? എക്സ് മാറൂല. അപ്പൊ എക്സ് ഇവിടെ 4 ആണെങ്കിൽ ഇവിടെയും എക്സ് 4 തന്നെ. ഇനി എക്സ് ആക്സിസ് ആണ് ഈ കാണുന്നത്. എക്സ് ആക്സിസിലേക്ക് വരുമ്പോ y കോർഡിനേറ്റ് 0 ആണ്. ശരിയല്ലേ? എക്സ് ആക്സിസിലേക്ക് വരുമ്പോ y കോർഡിനേറ്റ് 0 ആണ്. വിലങ്ങനെ ലൈൻ വരച്ചാൽ y മാറൂല. ശരിയല്ലടാ? ഈ പോയിന്റില് y എന്ന് പറയുന്നത് മാറൂല. സോ y കോർഡിനേറ്റ് ഇത് 3 ആണെങ്കിൽ ഇതും 3. ശരിയല്ലേ? ശരിയാണ്. y ആക്സിസിലുള്ള പോയിന്റ് ആയതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. സോ 0,3. വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചോ മക്കളെ, വളരെ സിമ്പിൾ ആയിട്ട് നമ്മളിതാ കണ്ടുപിടിക്കാൻ പോവാണേ. കുത്തനെ ലൈൻ വരച്ചാൽ ആര് മാറൂല? എക്സ് മാറൂല. അതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് 3 തന്നെ. ശരിയല്ലേ? കുത്തനെ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് 3 തന്നെ. നിങ്ങൾ ആലോചിക്കണേ, ഈ കാണുന്ന O എന്ന് പറയുന്ന പോയിന്റ് ആണ് ഈ റെക്റ്റാങ്കിളിന്റെ മിഡ് പോയിന്റ്, കറക്റ്റ് നടുവിലുള്ള പോയിന്റ്. അതായത് ഈ ആക്സിസ് നിന്ന് മുകളിലേക്ക് ഇങ്ങോട്ടുള്ള ദൂരവും സെയിം ആണ്. ഓക്കെ, ഇത് കറക്റ്റ് മിഡ് പോയിന്റ് ആണ്. ഈ കാണുന്ന റെക്റ്റാങ്കിളിന്റെ കറക്റ്റ് സെന്ററിലാണ് ഈ പോയിന്റ് ഒറിജിൻ വരുന്നത്. അപ്പോ ഇവിടുന്ന് മുകളിലേക്ക് എത്ര ദൂരം ഉണ്ടോ അത്ര ദൂരം തന്നെയാണ് താഴോട്ട്. ഇവിടുന്ന് മുകളിലേക്ക് എത്ര ദൂരം ഉണ്ട്? y എന്ന് പറയുന്നതാണ് ഇവിടുന്ന് മുകളിലേക്കുള്ള ദൂരം 2. ശരിയല്ലേ? അപ്പൊ 2 എന്ന് പറയുന്ന ദൂരം താഴേക്ക് ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്ക്, y കോർഡിനേറ്റ് എത്രയായിരിക്കും? സിമ്പിൾ ആയിട്ട് ആലോചിച്ച് നോക്ക്. ഇവിടുന്ന് മുകളിലേക്ക് ഇങ്ങോട്ട് 2 ആണ് ദൂരമെങ്കിൽ താഴേക്ക് 2 എന്ന് പറയുമ്പോൾ y ആക്സിസിൽ താഴേക്ക് 2 പോകുമ്പോൾ -2. 3,-2. സിമ്പിൾ. 3,-2. ആലോചിച്ച് നോക്കണേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ് ആക്സിസിൽ എത്ര ദൂരം ഉണ്ട്? ഈ ദൂരം എന്ന് പറയുന്നത് 3 ആയതുകൊണ്ടാണ് ഇവിടെ 3 വന്നത്. ഇത് 3 ആണെങ്കിൽ
ഇങ്ങോട്ടുള്ള ദൂരവും 3. ഓക്കെ, അപ്പൊ ഈ പോയിന്റിന്റെ ശ്രദ്ധിച്ചു കേട്ടോ, ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് -3 ആയിരിക്കും. നോക്കടാ, വിലങ്ങന ലൈൻ വരച്ചാൽ y മാറൂല. അപ്പൊ ഇത് 2 ആണെങ്കിൽ ഇവിടെ 2. സെറ്റല്ലേ? വിലങ്ങന ലൈൻ വരച്ചാൽ എന്ത് മാറൂല? y മാറൂല. സെറ്റല്ലടാ? സംശയമല്ലല്ലോ. ഇതേ ഐഡിയ അനുസരിച്ച് മക്കളെ നോക്ക്, ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. എല്ലാവരും ശ്രദ്ധിച്ചേ, ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കുത്തന ലൈൻ വരച്ചാൽ ആര് മാറൂല? എക്സ് മാറൂല. അപ്പൊ ഇവിടെ -3. കുത്തന ലൈൻ വരയ്ക്കുമ്പോ എക്സ് മാറൂല, 3 3. അതേപോലെ -3 -3. വിലങ്ങനെ ലൈൻ വരച്ചാൽ y മാറൂല. y ഇവിടെ -2 ആണെങ്കിൽ ഇവിടെയും -2. സെറ്റാണോ? കുത്തന ലൈൻ വരയ്ക്കുമ്പോൾ ആരാ മാറാത്തത്? എക്സ് മാറൂല. വിലങ്ങനെ ലൈൻ വരയ്ക്കുമ്പോ y മാറൂല. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 വേർട്ടെക്സ് നമുക്ക് തന്നിട്ടില്ല അല്ലെ? 2 വേർട്ടെക്സ് കോർഡിനേറ്റ് നമുക്ക് തന്നിട്ടില്ല, കണ്ടുപിടിക്കണം. നമ്മുടെ ഐഡിയ എന്താ? നമ്മൾ പാട്ടും പഠിച്ച്, കുത്തനെ ലൈൻ വരച്ചാൽ എക്സ് മാറൂല, വിലങ്ങനെ ലൈൻ വരച്ചാൽ y മാറൂല അല്ലെ? കുത്തനെ ലൈൻ വരച്ചാൽ എക്സ് മാറൂല, കുത്തനെ ലൈൻ വരച്ചാൽ എക്സ് മാറൂല. കുത്തനെ ലൈൻ വരയ്ക്കുമ്പോ എക്സ് മാറൂല. അതുകൊണ്ട് ഈ ലൈനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് 3 ആയതുകൊണ്ട് ഇവിടെയും 3, ഇത് 7 ആയതുകൊണ്ട് ഇവിടെയും 7. ഓക്കെ, കുത്തനുള്ള ലൈൻ ആണെങ്കിൽ ആര് മാറൂല മക്കളെ? എക്സ് മാറൂല. അങ്ങനെയാണെങ്കിൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് y കണ്ടുപിടിക്കാൻ പോവാണ്. വിലങ്ങനെ ലൈൻ വരച്ചാൽ y മാറൂല. സോ ഇത് 3,5. സെറ്റാണോ? ഇവിടെ നോക്ക്, ഇവിടെ y കോർഡിനേറ്റ് 2 ആണ്. വിലങ്ങനെ ലൈൻ വരച്ചാൽ y മാറൂല. സിമ്പിൾ ആയിട്ട് വളരെ ഈസി ആയിട്ട് നമ്മൾ ചെയ്തു. ഓക്കെ ആണോ? സെറ്റ് ആണോ? എന്താ നമ്മുടെ പാട്ട്? കുത്തനെ ലൈൻ വരച്ചാൽ എക്സ് മാറൂല, വിലങ്ങനെ ലൈൻ വരച്ചാൽ y മാറൂല. നിങ്ങൾ വിലങ്ങനെ ലൈൻ വരച്ചാൽ y മാറൂല. അങ്ങനെയാണെങ്കിൽ ഇത് കോർഡിനേറ്റ് എത്രയാണെന്ന് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തിട്ട് ഇനി ഞാൻ പേര് കൊടുക്കുകയാണ് ABCD. ഇവിടെ എന്റെയും സിന്റെയും കോർഡിനേറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. ഒരൊറ്റ ചോദ്യം കൂടെ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് ചെയ്തത്. ഈ ഒരു ചിത്രം നിങ്ങൾ നോക്കുക, വീഡിയോ പോസ് ചെയ്യുക, കണ്ടുപിടിക്കുക, ആൻസർ കമന്റ് ചെയ്യുക. ഓക്കെ, നോക്ക, കുത്തനെ ലൈൻ വരച്ചാൽ എക്സ് മാറൂല അല്ലെ? കുത്തനെ ലൈൻ വരച്ചാൽ എക്സ് മാറൂല. ഇവിടെ -1, ഇവിടെയും -1. സെറ്റാണോ? സെറ്റാണോ മക്കളെ? സംശയമല്ലല്ലോ. അതേ ഐഡിയ ഉപയോഗിച്ച് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇതാ ആൻസർ കണ്ടുപിടിക്കാൻ പോവാണ്. -1. ഇവിടെ 2 ആയത്, ഇവിടെ 2. കുത്തന ലൈൻ വരയ്ക്കുമ്പോൾ എക്സ് മാറൂല, വിലങ്ങന ലൈൻ വരയ്ക്കുമ്പോൾ y മാറൂല. സോ 2, -2. ശരിയല്ലേ? ഇവിടെയോ -1, -4. വിലങ്ങന ലൈൻ വരച്ചാൽ y മാറൂല. ആ ഐഡിയ മതി. സെറ്റാണേ? നേരത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഹോംവർക്ക് തന്നിട്ടുണ്ട്, സ്വന്തമായിട്ട് ചെയ്തിട്ട് ആൻസർ കമന്റ് ചെയ്യാം. ഇനി പോയിന്റ് തന്നിട്ട് ഒരു റെക്ടാംഗിളിന്റെ വേർട്ടിസസ് ആണ് ഈ തന്നിട്ടുള്ളത്. 4 മൂലകളിൽ 2 മൂലകളുടെ വേർട്ടിസസ് തന്നിട്ടുണ്ട്. നിങ്ങൾ ഇത് അടയാളപ്പെടുത്തണം. അതാണ് നിങ്ങൾക്കുള്ള ടാസ്ക്. ഇതിന്റെ ആക്സിസ് എന്ന് പറയുന്നത്, ഇതിന്റെ സൈഡ് എക്സ് ആക്സിസിനും y ആക്സിസിനും പാരലൽ ആണ്. ഓക്കെ, അപ്പോ നമ്മളിതാ കണ്ടുപിടിക്കാൻ പോവാണ്. നോക്കിക്കോ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം നിങ്ങൾ നോക്കേണ്ടത് എക്സ് കോർഡിനേറ്റ് ആണ്. ആദ്യം എക്സ് കോർഡിനേറ്റ് നോക്കാം. 3ഉം 7ഉം. ശരിയല്ലേ? 3ഉം 7ഉം സിമ്പിൾ ആണ് മക്കളെ. ശ്രദ്ധിച്ചോ, ഇതിലേതാ ചെറിയ നമ്പർ? 3 അല്ലേ ചെറിയ നമ്പർ? ഇവിടെ 3 എഴുതി, ഇവിടെ 7 എഴുതി. ഓക്കെ,
കുത്തനെ ലൈൻ വരയ്ക്കുമ്പോൾ ആരാ മാറാത്തത്? എക്സ് മാറൂല. 3 7 സെറ്റാണോ? എക്സ് ആക്സിസിൽ വരുന്ന നമ്പർ 3 7 എക്സ് കോർഡിനേറ്റ്. ഓക്കെ, അത് ആദ്യം എഴുതാ. 3 7 ചെറിയ നമ്പർ ആദ്യം എഴുതാ, വലിയ നമ്പർ രണ്ടാമത് എഴുതാ. 3 7 3 7. ഇനി y കോർഡിനേറ്റ്സ് അല്ലേ നമുക്ക് എഴുതേണ്ടത്? 5ഉം 8ഉം. ഏതാ ചെറിയ നമ്പർ? ചെറിയ നമ്പർ താഴെ എഴുതാ, 5. ഓക്കെ, 5. വലിയ നമ്പർ 8 ആണ്, 8 മുകളിൽ എഴുതാ. 8 8. നോക്ക്, കുത്തനെ ലൈൻ വരച്ചാൽ എക്സ് മാറൂല, വിലങ്ങനെ ലൈൻ വരച്ചാൽ വൈ മാറൂല. നോക്ക്, വിലങ്ങനെ ലൈൻ വരയ്ക്കുമ്പോ അതിലുള്ള 2 പോയിന്റുകൾ നോക്കിക്കോ. വൈ മാറിയിട്ടില്ല. വിലങ്ങനെ ലൈൻ വരച്ചാൽ വൈ മാറൂല, നിങ്ങൾ വിലങ്ങനെ ലൈൻ വരച്ചാൽ വൈ മാറൂല. അപ്പോൾ ഈ ചോദ്യം നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ പഠിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ദിവസേനയുള്ള ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും നോട്ട്സും സ്ലൈഡുകളും അതുപോലെ തന്നെ യൂണിറ്റ് വൈസ് എക്സാമിനേഷൻസും എല്ലാം അറ്റൻഡ് ചെയ്തുകൊണ്ട് ഏറ്റവും അടിപൊളിയായിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾ സൈലത്തിന്റെ ബാച്ചിലേക്ക് വരിക. അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഗംഭീരമായിട്ട് നമുക്ക് പഠിക്കണം. അത് മാത്രമല്ല, നിങ്ങൾക്ക് അടുത്ത 2 വർഷം സൈലം സ്കൂളിൽ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ് സൈലം നെസ്റ്റ് എക്സാമിനേഷൻ. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സൈലം നെസ്റ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. വീണ്ടും കാണാം. ബൈ ബൈ.